ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് നടന്ന ഒരു സമരത്തിൽ ഒരു SFI പ്രവർത്തകൻ ഗവർണർക്കെതിരെ ഒരു പ്രകോപനപരമായിട്ടുള്ള ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിൻ്റെ ചില വാക്കുകൾ ഇങ്ങനെയായിരുന്നു: തിരുവിതാംകൂറിലെ ദിവാൻ്റെ മൂക്ക് എങ്ങനെ നഷ്ടപ്പെട്ടു എന്ന് ഗവർണർ ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലത് എന്നുള്ള തരത്തിലുള്ള പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസംഗമാണ് നടത്തിയത്. ഇപ്പോൾ രാജ്ഭവൻ അതിപ്പോൾ ഏറ്റെടുത്തിട്ട് ഗവർണർക്കെതിരെയും അല്ലെങ്കിൽ ഗവർണറുടെ ജീവന് തന്നെ ഭീഷണിയാവുന്ന തരത്തിലാണ് ഇത്തരത്തിൽ ഉണ്ടാകുന്നതെന്നുള്ള ഒരു വാർത്തയൊക്കെയാണ് പുറത്തു വരുന്നത്. ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? രാജ്ഭവൻ ഏത് രീതിയിലായിരിക്കും ഇതിനെ നേരിടുന്നത്? വെറും ഒരു പ്രകോപനമല്ല അത്. ശരിക്കും അതിനകത്ത് ഒരു വധഭീഷണിയും ഒരു മുന്നറിയിപ്പും ഒക്കെ ഉണ്ട്. നോക്കൂ, തിരുവിതാംകൂർ ദിവാനായിരുന്ന സർ CP രാമസ്വാമി അയ്യരുടെ മൂക്ക് നഷ്ടപ്പെട്ടത് എങ്ങനെയാണ് എന്നാണ് ചോദ്യം. സത്യത്തിൽ ദിവാൻ്റെ മൂക്കൊന്നും നഷ്ടപ്പെട്ടില്ല. അദ്ദേഹത്തിന് നേരെ ഒരു ആക്രമണമുണ്ടായി. അന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ അദ്ദേഹം സ്വതന്ത്ര തിരുവിതാംകൂർ വാദം ഉന്നയിച്ച രാജകുടുംബത്തോടൊപ്പം നിന്നു. അതിന് വേണ്ടുന്ന നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോയി. ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാൻ അദ്ദേഹം തിരുവിതാംകൂർ രാജാവ് ആദ്യം തയ്യാറായിരുന്നില്ല. ആ രാജാവിനെ ആ കാര്യങ്ങളിൽ സഹായിച്ചിരുന്നത് സർ CP ആണ്. അതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അവിടെ CPയുടെ പങ്ക് എന്താണ് എന്നൊക്കെയുള്ളത് പിന്നീടത് പല ചരിത്രകാരന്മാരും, ശ്രീധരമേനോൻ സാറിനെ പോലെയുള്ള പല ചരിത്രകാരന്മാരും അതിലേക്ക് വെളിച്ചം വീശുന്ന ധാരാളം വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. അന്ന് RSP നേതാവായിരുന്ന KCS മണിയാണ് ദിവാനെ വെട്ടിയത് എന്ന് പറയപ്പെടുന്നു. അതൊക്കെ പിന്നീട് പലപ്പോഴും പല മാധ്യമങ്ങളിലും അതിനെ സംബന്ധിച്ച വാർത്തകളൊക്കെ വരികയും പിന്നെ അത് സംബന്ധിച്ച് അതിൻ്റെ വാർഷികമൊക്കെ പല രീതിയിൽ കൊണ്ടാടുകയൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. അക്രമം നടത്തിയതിനും വാർഷികം ആഘോഷിക്കുന്ന ഒരു നാടാണ് നമ്മുടേത്. എന്നിട്ട് അത് വലിയ സ്വാതന്ത്ര്യ സമര പോരാട്ടമാണെന്ന് നമ്മൾ പറയുകയും ചെയ്യും. എന്തായാലും ഇരിക്കട്ടെ. ഇത് കോഴിക്കോട് SFI നടത്തിയ ഒരു സമരത്തിൽ SFIയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ സരോജ് ചങ്ങാടത്താണ് ഈ വിഷയം ഇങ്ങനെ അവതരിപ്പിച്ചത്. അത് കേവലം ഒരു വ്യക്തി നടത്തുന്ന ഒരു പ്രസംഗമായിട്ട് മാത്രമല്ല അതിനെ ഇപ്പോൾ കാണുന്നത് എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. രഹസ്യാന്വേഷണ വിഭാഗങ്ങളടക്കം ഈ വിഷയം വളരെ കാര്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് കിട്ടിയ, ശരിക്കും അത് മാധ്യമങ്ങളിൽ പോലും വലിയ ചർച്ചയായില്ല, നമുക്ക് കിട്ടിയ വിവരമനുസരിച്ച് രാജ്ഭവൻ ഇതിനെക്കുറിച്ച് വിശദമായ റിപ്പോർട്ടുകൾ തേടുന്നു എന്നാണ്. അതായത് ഇത് ഗവർണർക്കെതിരെ ഒരു കൊലവിളി പ്രസംഗം നടത്തിയതായിട്ടാണ് രാജ്ഭവൻ ഇതിനെ വിലയിരുത്തുന്നത് എന്ന് തോന്നുന്നു. അത്തരത്തിൽ ഗവർണറുടെ, നമുക്കറിയാം, നേരത്തെ ആരിഫ് മുഹമ്മദ് ഖാൻ ഇരുന്നപ്പോൾ അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് നിന്ന് കൊട്ടാരക്കര വഴി കൊല്ലത്തേക്ക് പോകുന്ന നിലമേലിനപ്പുറത്ത് വെച്ച് അദ്ദേഹത്തെ തടഞ്ഞത് നമ്മൾ കണ്ടു. അന്ന് SFIക്കാർ മാത്രമല്ല ആ കൂട്ടത്തിലുണ്ടായിരുന്നത്. അതിനകത്ത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തകർ നുഴഞ്ഞു കയറിയിരുന്നു എന്നൊരു വാർത്ത അന്ന് പുറത്തു വന്നിരുന്നു. അന്ന് ഗവർണർ അവിടെ പെട്ടെന്ന് റോഡിൽ വണ്ടി നിർത്തി ഇറങ്ങി ഒരു കടയിൽ ചെന്നിരുന്നു. മാധ്യമങ്ങളൊക്കെ വന്നു, വലിയ വാർത്ത. അദ്ദേഹം അവിടുന്ന് മുന്നോട്ട് പോകാൻ തയ്യാറായില്ല. അദ്ദേഹം പറഞ്ഞു, നേരെ അമിത്ഷായെ വിളിക്കൂ, കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ വിളിക്കൂ, ഇതിനൊരു അവസാനം ഉണ്ടാക്കണം. ഗവർണറോട് ആശയപരമായി വിയോജിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹത്തെ ആയുധം കൊണ്ട് നേരിടാൻ ശ്രമിക്കുന്നത് ഏത് ഭരണഘടന അനുസരിച്ചാണ്, എന്ത് ജനാധിപത്യമാണ് അതിൻ്റെ പിന്നിലുള്ളത് എന്നൊക്കെ അദ്ദേഹം വളരെ രോഷാകുലനായിട്ട് ചോദിക്കുന്ന ദൃശ്യങ്ങൾ നമ്മളെല്ലാവരും കണ്ടതാണ്. അന്ന് വാസ്തവത്തിൽ ഗവർണറെ അന്ന് അവിടെ വെച്ച് ആക്രമിക്കാൻ പോലും പദ്ധതി ഉണ്ടായിരുന്നോ എന്ന് സംശയിക്കുന്ന ധാരാളം ഉദാഹരണങ്ങൾ അല്ലെങ്കിൽ ധാരാളം തെളിവുകൾ അന്ന് സംഭവവുമായി ചുറ്റിപ്പറ്റി പിന്നീട് പുറത്തു വന്നു. നമുക്കറിയാം, ഇത് SFI കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അക്രമ സമരങ്ങളിൽ ഒട്ടും പിന്നിലല്ല. ഡോക്ടർ JV വിളനിലത്തിൻ്റെ കാര്യം നമുക്കറിയാം. കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായിട്ട് ചുമതല ഏറ്റെടുക്കാൻ വന്ന അദ്ദേഹത്തിൻ്റെ കാറ് തടഞ്ഞതും അദ്ദേഹത്തെ ആക്രമിക്കാൻ ശ്രമിച്ചതും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതും ഏതോ ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് അദ്ദേഹം ഹാജരാക്കി എന്ന് പറഞ്ഞാണ്. അങ്ങനെ ഒരു വ്യാജ സർട്ടിഫിക്കറ്റും അദ്ദേഹം ഹാജരാക്കിയില്ല. അദ്ദേഹത്തിൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റുകളും ഒറിജിനലാണ്. ഒരു ചാത്തൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും അദ്ദേഹം ഡിഗ്രി നേടിയിട്ടില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബിരുദം നേടിയിട്ടില്ല. വളരെ കൃത്യമായിട്ട് അദ്ദേഹം അംഗീകൃത സർവകലാശാലകളിൽ നിന്നുമാണ് അദ്ദേഹം എല്ലാ പരീക്ഷകളും ജയിച്ചിരിക്കുന്നതെന്ന് പിന്നീട് അന്വേഷണത്തിൽ തെളിഞ്ഞു. ഈ SFI നടത്തിയ അക്രമ സമരവും അതിൽ വരുത്തിയ നാശനഷ്ടങ്ങൾക്കും കയ്യും കണക്കുമില്ല. അപ്പോൾ ഇന്നും ഇന്നലെയുമല്ല അവർ ഈ അക്രമം തുടങ്ങിയത്. ഇത് വളരെ പണ്ട് ഈ പറഞ്ഞതുപോലെ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് അന്നത്തെ തിരുവിതാംകൂർ
ദിവാനായിരുന്ന സർ CP രാമസ്വാമി അയ്യരെ ആക്രമിക്കുന്നതിൽ ഉൾപ്പെടെ ഇവർക്കാർക്കും യാതൊരു പശ്ചാത്താപവും ഇല്ല. ചെയ്തു പോയത് തെറ്റാണെന്ന് അവർക്ക് ഒരു ചിന്തയുമില്ല. ഇത്തരത്തിൽ അക്രമ സമരങ്ങൾ, എന്താ പറയുക, എതിരാളികളെ കായികമായി നേരിട്ട് കൊണ്ടുള്ള സമരങ്ങൾ, അതിന് SFI ഒരിക്കലും മടിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ, ഒരു പരമാധികാര രാഷ്ട്രത്തിൽ, ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കാണ് ഇന്ത്യ, അങ്ങനെയുള്ള ഒരു രാഷ്ട്രത്തിൽ ഇതുപോലെ ഭരണഘടനാ പദവിയിലിരിക്കുന്നവരെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ, അല്ലെങ്കിൽ അവർക്ക് നേരെ വധഭീഷണി മുഴക്കിയാൽ ഒക്കെ അതിൻ്റെ പരിണിത ഫലം എന്ന് പറയുന്നത് വളരെ മോശമായിരിക്കും. തീർച്ചയായിട്ടും നിയമ നടപടികൾ നേരിടേണ്ടി വരും. ഇവിടെ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ ഇൻ്റലിജൻസിൻ്റെയും പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെയും ഒക്കെ റിപ്പോർട്ടുണ്ട്. ഇപ്പോൾ ഗവർണർക്ക് കേന്ദ്രസേന വേണം എന്നൊരു ചർച്ച ഇവിടെ വന്നു. ഗവർണർ കേന്ദ്രസേനയെ വിളിക്കും എന്ന് പറഞ്ഞിട്ട് ഒരു ചർച്ച വന്നു. അന്ന് ഗവർണർ പറഞ്ഞത്, എനിക്ക് കേന്ദ്രസേനയുടെ ആവശ്യമില്ല, ഞാൻ സംസ്ഥാന പോലീസിൽ എനിക്ക് പരിപൂർണ വിശ്വാസമുണ്ട്, ഞാൻ ഈ സംസ്ഥാനത്തിൻ്റെ ഗവർണറാണ്, ഗവർണർക്ക് വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഭരിക്കുന്നത്, അല്ലേ? നമ്മുടെ ഫെഡറൽ സിസ്റ്റത്തിൽ അങ്ങനെയാണ്. ആ ഗവർണർ പറയുകയാണ്, എനിക്ക് എൻ്റെ സംസ്ഥാനത്തെ പോലീസുകാരിൽ പരിപൂർണമായ വിശ്വാസമുണ്ട്, അവർ ഒരു കാര്യങ്ങളും എന്താ പറയുക വീഴ്ച വരുത്തുന്നില്ല, ഞാനതിൽ സംതൃപ്തനാണ് എന്ന് ഗവർണർ തന്നെ പറയുകയാണ്. പക്ഷേ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ നമുക്ക് ഈ പറയുന്നത് പോലെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ട സമരം, അത് രാജ്ഭവന് മുന്നിലാകട്ടെ സർവകലാശാലയിലാകട്ടെ, അവിടെ പോലീസ് കയ്യും കെട്ടി നോക്കി നിൽക്കുകയാണ്. SFIക്ക് അഴിഞ്ഞാടാനുള്ള അവസരം പോലീസ് നൽകുകയാണ്. ഞാൻ പറയുന്ന SFI ആയാലും KSU ആയാലും ABVP ആയാലും സമരം സമാധാനപൂർവ്വം നടത്തണം, പ്രക്ഷോഭം നടത്തണം. തീർച്ചയായിട്ടും അതെ, ആശയം കൊണ്ടാണ് എതിരിടേണ്ടത്. പ്രതിഷേധിക്കണം, തെറ്റുകളോട് പ്രതിഷേധിക്കണം. നിങ്ങൾക്ക് പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവകാശമുണ്ട്. അതാരും ചോദ്യം ചെയ്തിട്ടില്ല, അതാരും എടുത്തുകൊണ്ട് പോയിട്ടില്ല, അതിനെ ആരും അടിച്ചമർത്താനും ശ്രമിക്കേണ്ട. പക്ഷേ അക്രമത്തിലേക്ക് പോയാൽ പോലീസ് കയ്യും കെട്ടി നോക്കി നിൽക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ്? ഇത്രയും പാരമ്പര്യമുള്ളൊരു സർവകലാശാല, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പേ തുടങ്ങിയ സർവകലാശാല, ഇന്ത്യയിലെ ആദ്യത്തെ ഒരു 10-15 സർവകലാശാലകളിൽ ഉൾപ്പെടുന്ന ഒരു സർവകലാശാല, അങ്ങനത്തെ വലിയ പാരമ്പര്യവും വലിയ മേന്മയും ഒക്കെ ഉള്ള ഒരു സർവകലാശാല, ആ സർവകലാശാല തകർക്കാനാണ്, അതിനെ ആക്രമിച്ച് അവിടുത്തെ സ്ഥാവരജംഗമ വസ്തുക്കളെ നശിപ്പിക്കാനാണ് ശ്രമമെങ്കിൽ അത് പോലീസ് കയ്യും കെട്ടി നോക്കി നിൽക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ്? ആരുടെ പ്രേരണയാലാണ്? ആർക്കാണ് നിങ്ങൾ ഒത്താശ ചെയ്യുന്നത്? ഈ വിദ്യാർത്ഥി സമരത്തിൻ്റെ പേരിൽ ഗുണ്ടായിസം കാണിക്കുന്നവർക്ക് പോലീസ് ഒത്താശ ചെയ്യുകയാണോ? അവർക്ക് ചൂട്ടുപിടിക്കുകയാണോ കേരള പോലീസ് ചെയ്യേണ്ടത്? അപ്പോൾ ഈ അർത്ഥത്തിൽ അതിനെ സമീപിക്കുമ്പോൾ തീർച്ചയായിട്ടും ഗവർണർ ഇക്കാര്യത്തിൽ, ഇപ്പോൾ ഞാൻ ഏറ്റവും ഒടുവിൽ അറിഞ്ഞത് VC, കേരള യൂണിവേഴ്സിറ്റിയുടെ VC കേരള സർവകലാശാലയുടെ സുരക്ഷാ ചുമതല കേന്ദ്രസേനയെ ഏൽപ്പിക്കണം എന്ന തരത്തിലേക്ക് അദ്ദേഹം മുന്നോട്ട് പോവുകയാണ്, അതിനുള്ള നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് എന്നാണ് ഏറ്റവും ഒടുവിൽ കിട്ടിയ. മാത്രമല്ല, ഇടയ്ക്ക് ഗവർണറുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വേണ്ടിയിട്ട് ഗവർണർ DGPക്ക് ഇത് കൊടുത്തപ്പോഴും സർക്കാർ അത് നിരോധിക്കുന്നത് അത് പറഞ്ഞത് നടപടിക്രമങ്ങൾ പാലിച്ചല്ല അത് കൊടുത്തതെന്നാണ്. ഇതൊക്കെ ഈ തൊടുന്യായങ്ങളാണ്. CPM-ഉം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഉന്മൂലന സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്നവരാണ് എന്ന് എല്ലാവർക്കും അറിയാം. അവരെ സംബന്ധിച്ച് തൊഴിലാളി വർഗം, മുതലാളി വർഗത്തെ ഉന്മൂലനം ചെയ്യുക, എന്നിട്ടൊരു സർവ്വരാജ്യ തൊഴിലാളി ഭരണം കൊണ്ടുവരിക, അല്ലാതെ ജനാധിപത്യത്തിലല്ല അവർ വിശ്വസിക്കുന്നത്. ഈ തൊഴിലാളി ഭരണം വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും സുഖമാണെന്നാണ് അവർ വിചാരിക്കുന്നത്. നമ്മളത് റഷ്യയിൽ കണ്ടതാണ്, അതിൻ്റെ USSR എന്ന് പറയുന്ന രാഷ്ട്രത്തിൽ നമ്മളത് കണ്ടതാണ്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ ഇവിടെ ഒരു സ്റ്റേറ്റിൻ്റെ ഭരണത്തലവൻ ആയ ഗവർണറെ കായികമായിട്ട് ആക്രമിക്കും എന്നൊരു മുന്നറിയിപ്പ്, അങ്ങനൊരു ഭീഷണി ഒരു ചോട്ടാ നേതാവിൽ നിന്നുണ്ടാകുന്നത്, ഒരു വിദ്യാർത്ഥി നേതാവിൽ നിന്നുണ്ടാകുന്നത് അങ്ങേയറ്റം അപകടകരമാണ്, അത് നിന്ദ്യമാണ്, അത് വളരെ നീചമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇത് തീർച്ചയായിട്ടും ഇങ്ങനെയാണോ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചു വിടുന്നത്? ഇതാണോ വിദ്യാർത്ഥി രാഷ്ട്രീയം? ഇതാണോ വിദ്യാർത്ഥി യൂണിയൻ പ്രവർത്തനം? ഇത്തരത്തിൽ അക്രമം നടത്താൻ പ്രോത്സാഹിപ്പിക്കുന്ന വിദ്യാർത്ഥി നേതാക്കളെയാണോ SFI വാർത്തെടുക്കുന്നത്? ഇപ്പം എന്തായാലും ഗവർണർക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു കൊലവിളി നടത്തിയ ഈ ഒരു SFI നേതാവ് എന്തായാലും നല്ലൊരു തക്ക ശിക്ഷ തന്നെയാണ്. കോടതിയിലേക്കൊക്കെ അല്ല, അത് നമുക്ക് ശിക്ഷിക്കേണ്ടത് കോടതിയാണ്, നമുക്കതിനകത്ത് ഒന്നും പറയാനില്ല. കാരണം തെളിവുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ കോടതിയാണ് നടപടി സ്വീകരിക്കേണ്ടത്. ഇപ്പോൾ അത് കേസെടുക്കുമോ? കേസെടുത്താൽ തന്നെ പിണറായി വിജയൻ്റെ പോലീസാണ്, അവർ അത് എന്തെങ്കിലുമൊക്കെ ന്യായം പറഞ്ഞ് അതിൽ നിന്ന് ഊരാൻ ഈ വിദ്യാർത്ഥി നേതാവിനെ രക്ഷിക്കാൻ ശ്രമിക്കും. അത് തീർച്ചയാണ്.
പക്ഷേ നമുക്കറിയാം ഗവർണർ വളരെ കൃത്യമായിട്ട് DGPയെ നേരിട്ട് വിളിച്ചാണ് പല കാര്യങ്ങളും നിർദ്ദേശിക്കുന്നത്. ഇവിടെ രാജ്ഭവൻ അത്തരത്തിലേക്ക് നീങ്ങിയാൽ അത് ആ വിദ്യാർത്ഥി നേതാവിൻ്റെ ഭാവി ജീവിതത്തിന് വലിയ ദോഷം ചെയ്യും എന്ന് തീർച്ചയാണ്. മാത്രമല്ല ഈ SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് തന്നെ അത് ഭയങ്കര നാണക്കേടും മഹാനാണക്കേടും. അത് അവരുടെ ആ ഒരു വിദ്യാർത്ഥി യൂണിയൻ എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടന എന്നുള്ള നിലയ്ക്ക് അവർക്കത് മായ്ച്ചാലും മായാത്തൊരു കളങ്കമായി അവശേഷിക്കുകയും ചെയ്യും. എന്തായാലും രാജ്ഭവൻ ഇക്കാര്യത്തിൽ എന്താണ് ഇനി നടപടി സ്വീകരിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.